പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ഹദീസ്. അവിടെ സത്യവിശ്വാസിയുടെ ആത്മാവും സത്യനിഷേധിയുടെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. വബിൽ മുസ്നദി മിൻ ഹദീസിൽ ബറാഇ ബിൻ ആസിബിൻ ഖാല, മുസ്നദിൽ വന്ന ഹദീസ് ബറാഉ ബിൻ ആസിബിൽ നിന്ന് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ റസൂലിന്റെ കൂടെ പുറപ്പെട്ടു. ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാരി, അൻസാറിൽ നിന്നൊരാളുടെ ജനാസയിൽ. ഫന്തഹൈന ഇലൽ ഖബ്രി, അങ്ങനെ ഒരു ഖബറിന്റെ അടുത്തേക്ക് എത്തി. വലമ്മ യുൽഹദ്, ആ ഖബറിനെ മറമാടിയിട്ടില്ല. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. വജലസ്നാ ഹൗലഹു കഅന്ന അലാ റൂസിന തൈറ, അങ്ങനെ നമ്മളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റുവട്ടത്തും ഇരുന്നു, തലയിൽ പക്ഷികൾ ഇരുന്നത് പോലെ, അഥവാ അനങ്ങാതിരിക്കുകയാണ്. വഫി യദിഹി ഊദുൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടിയുണ്ട്. യൻകുതു ബിഹി ഫിൽ അർദി, ആ വടി കൊണ്ട് ഭൂമിയെ അടിക്കുകയാണ്. ഫറഫഅ റഅസഹു ഫഖാല, അങ്ങനെ അദ്ദേഹത്തിന്റെ തല ഉയർത്തി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്തഈസു ബില്ലാഹി മിൻ അദാബിൽ ഖബ്രി, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടിക്കോളി. മറത്തൈനി ഔ തലാസൻ, 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. സുമ്മ ഖാല, അതിനുശേഷം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ, ഒരു സത്യവിശ്വാസിയെ അടിമ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, വഇഖ്ബാല മിനൽ ആഖിറത്തി, അങ്ങനെ പരലോകത്തിലേക്കുള്ള യാത്രയിലായിരിക്കെ ആവുമ്പോൾ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങും. ബൈദുൽ വുജൂഹി കഅന്ന വുജൂഹഹും ശംസു, വെളുത്ത മുഖമുള്ള അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ. മാഅഹും കഫനുൻ മിൻ അഖ്ഫാനി അഹ്ലിൽ ജന്ന, അവരുടെ അടുത്ത് സ്വർഗത്തിൽ നിന്നുള്ള കഫനുണ്ട്, പൊതിയുന്ന തുണി. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധമുണ്ട്. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസരി, അങ്ങനെ കണ്ണിന്റെ ദൂരത്ത് കാണത്തക്ക അവര് അവിടെ ഇരിക്കും. സുമ യജിയു മലക്കുൽ മൗതി ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അങ്ങനെ മലക്കുൽ മൗത്ത് വരുന്നു. അങ്ങനെ ആ മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നു, തലയുടെ അടുത്തിരിക്കുന്നു. ഫയഖൂലു, അപ്പോൾ ആ മലക്ക് പറയുന്നു, ഉഖ്റുജി അയ്യത്തുഹുൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനപരമായ ആത്മാവെ പുറത്തേക്ക് വരിക. ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിന്റെ തൃപ്തിയും പാപമോചനത്തിലേക്കും നീ പുറത്തേക്ക് വരിക. ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റത്തു മിൻ ഫിസ്സിഖായി, അപ്പോൾ ഒരു പൂജയിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുന്നത് പോലെ വളരെ എളുപ്പത്തിൽ അത് പുറത്തേക്ക് വരും. ഫയഖുദുഹാ ഫഇദാ അഹദഹാ ലം യദഉഹാ ഫി യദിഹി തർഫത ഐനി ഹത്താ യഖുദുഹാ, അങ്ങനെ ആത്മാവിനെ ആ മലക്ക് പിടിക്കും, കണ്ണ് ചിമ്മുന്ന ആ സമയം വരെ. ഫയജ്അലുഹാ ഫീ സാലിക്കൽ കഫനി, അങ്ങനെ ആ കഫനിൽ അതിനെ ഇടും. വഫീ സാലിക്കൽ ഹനൂതി, ആ സുഗന്ധത്തിലും. വയഖ്റുജു മിൻഹാ കഅത്യബ നഫ്ഹതി മിസ്കിൻ വുജിദത് അലാ വജിഹിൽ അർളി, ഭൂമിയിൽ കാണപ്പെടാത്ത ഏറ്റവും നല്ല സുഗന്ധമുള്ള മസ്കിന്റെ ഇത് അതിൽ നിന്ന് പുറത്തു വരും. ഫയസ്അലൂന ബിഹ, അങ്ങനെ മലക്കുകൾ ആത്മാവും കൊണ്ട് ആകാശത്തിലേക്ക് കയറിപ്പോകും. ഫലാ യമുറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായികത്തി ഇല്ലാ ഖാലൂ മാ ഹാദിഹി റൂഹു തയ്യിബ, അങ്ങനെ മലക്കുകൾ
അതിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അവർ പറയാതിരിക്കില്ല, ഈ നല്ല റൂഹ് ആരുടേതാണ്? ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, റൂഹ് ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മകന്റെ റൂഹാണിത്. ബി അഹ്സനി അസ്മാഇഹി അല്ലത്തി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ, അങ്ങനെ ഏറ്റവും നല്ല പേരിൽ അതിനെ വിളിക്കപ്പെടും, ദുനിയാവിൽ വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേര്. ഫയസ്തഫ്തിഹൂന ലഹു, അങ്ങനെ അവന് ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി തേടപ്പെടും. ഫയഫ്തഹു ലഹു, അങ്ങനെ വാതിൽ തുറക്കപ്പെടും. ഫയുശയ്യിറുഹു മിൻ കുല്ലി സമാഇ മുഖറബൂഹ ഇല സമാഇ, അങ്ങനെ എല്ലാ ആകാശത്തിലേക്കും അതിനെ കൊണ്ടുപോകും. അല്ലത്തി തലീഹ ഹത്താ യുംതഹ ബിഹി ഇല സമാഇ സാബിയ, അങ്ങനെ ഏഴാമത്തെ ആകാശത്തിലേക്ക് വരെ അതിനെ കൊണ്ടുപോകും. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു അസ്സ വജൽ പറയുന്നു, ഉക്തുബു, നിങ്ങൾ എഴുതുക, കിതാബ അബ്ദി ഫി ഇല്ലീൻ, എൻ്റെ അടിമയുടെ ഇല്ലീൻ എന്ന കിതാബിൽ. വഅഈദൂഹു ഇലൽ അർദി, അങ്ങനെ അവർ അതിനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നു. ഫഇന്നീ മിൻഹാ ഖലഖ്തഹും, അവരെ സൃഷ്ടിച്ചത് ആ ഭൂമിയിൽ നിന്നാണ്. വഫീഹാ ഉഈദുഹും, അതിലേക്ക് തന്നെ അതിനെ തിരിച്ചയക്കും, മടക്കപ്പെടും. വമിൻഹാ ഉഖ്റിജുഹും താറത്തൻ ഉഖ്റ, അതിൽ നിന്ന് വീണ്ടും അതിനെ പുറത്തെടുക്കും. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതുആദു റൂഹുഹു ഇലൽ അർദി, അങ്ങനെ ആ റൂഹിനെ ഭൂമിയിലേക്ക് തിരിച്ചയക്കും. ഫയഅതീഹി മലക്കാനി ഫയജ്ലിസാനി ഫയഖൂലാനി ലഹു, അപ്പോൾ രണ്ട് മലക്കുകൾ വന്ന് അതിൻ്റെ അടുത്ത് ഇരിക്കുകയും അതിനോട് പറയുകയും ചെയ്യും, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? ഫയഖൂലു, അപ്പോൾ പറയും, റബ്ബി അല്ലാഹു അസ്സ വജൽ, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്. ഫയഖൂലാനി ലഹു, അവർ രണ്ടുപേരും അവനോട് ചോദിക്കും, മാ ദീനുക, നിന്റെ ദീൻ എന്താണ്? ഫയഖൂലു, അപ്പോൾ മറുപടി പറയും, ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു, അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും പറയും, മാ ഹാസർ റജുലുല്ലദീ ബുഇസ ഫീക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ പുരുഷനാരാണ്? ഫയഖൂലു, അപ്പോൾ അത് മറുപടി പറയും, ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫയഖൂലാനി ലഹു, വീണ്ടും അവർ രണ്ടുപേരും ചോദിക്കും, വമാ ഇൽമുക, നിന്റെ അറിവെന്താണ്? ഫയഖൂലു, അപ്പോൾ മറുപടി പറയും, ഖറഅതു കിതാബ് അല്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തിട്ടുണ്ട്. ഫആമൻതു ബിഹി, അതിൽ ഞാൻ വിശ്വസിച്ചു. വസദ്ദഖ്തു, അതിനെ ഞാൻ സത്യപ്പെടുത്തി. ഫയുനാദി മുനാദി മിനസ് സമായി, അപ്പോൾ ആകാശത്തു നിന്ന് വിളിക്കുന്ന ഒരാൾ വിളിക്കും, അൻസദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിശൂ ലഹു മിനൽ ജന്നതി, അങ്ങനെ സ്വർഗത്തിന്റെ അലങ്കാരം അവന് നൽകപ്പെടും. വാൽബിസൂഹു മിനൽ ജന്നതി, സ്വർഗത്തിന്റെ വസ്ത്രം അവന് ധരിക്കപ്പെടും. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നതി, സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവന് തുറന്നു കൊടുക്കും. ഫയഅതീഹി മിൻ റൂഹിഹാ വതയ്യിബിഹാ, അങ്ങനെ നല്ല സുഗന്ധമുള്ളൊരു റൂഹ വരും. വയുസ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസ്രിഹി,
അങ്ങനെ അവന്റെ ഖബറ് വിശാലമാക്കി കൊടുക്കും, കണ്ണ് കാണുന്നത്ര ദൂരത്തിൽ. കാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയതീഹി റജുലുൻ ഹസനുൽ വജ്ഹി, അപ്പോൾ ഒരു പുരുഷൻ വരും, നല്ല മുഖമുള്ള ഒരു പുരുഷൻ വരും, ഹസനു സിയാബി, നല്ല വസ്ത്രം ധരിച്ച, തയ്യിബുർ റീഹി, നല്ല കാറ്റുള്ള, ഫയഖൂലു, അങ്ങനെ ആ പുരുഷൻ പറയുന്നു, അബ്ശിർ ബില്ലദി യസുറുക, നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നിരിക്കുകയാണ്, ഹാദാ യൗമുകല്ലദി കുന്ത തുഅദു, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത്. ഫയഖൂലു ലഹു, അപ്പോൾ ആ പുരുഷനോട് ഈ ആത്മാവ് ചോദിക്കും, മൻ അന്ത ഫവജ്ഹുക അൽ വജ്ഹുല്ലദി യജീഉ ബിൽ ഖൈർ, നീ ആരാണ്? നിന്റെ മുഖം നല്ല ഹൈറുള്ള മുഖമായിട്ടാണല്ലോ നീ വന്നിരിക്കുന്നത്. ഫയഖൂലു, അപ്പോൾ ആ പുരുഷൻ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ അമലു സ്വാലിഹാത്താണ്, നിന്റെ സൽക്കർമ്മമാണ്. ഫയഖൂലു, അപ്പോൾ ആത്മാവ് പറയും, റബ്ബി അഖിമിസ്സാ, റബ്ബി അഖിമിസ്സാ, എൻ്റെ റബ്ബേ അന്ത്യസമയം സ്ഥാപിക്കുക, അന്ത്യസമയം സ്ഥാപിക്കുക. ഹത്ത അർജിഅ ഇലാ അഹ്ലി വമാലി, എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും ഞാൻ മടങ്ങുന്നത് വരെ. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിൻ്റെ യാത്ര. പിന്നെ നിഷേധിയുടേത് ഇതിന് നേർ വിപരീതമാണ്. ഹദീസ് വായിക്കാം, ബാക്കി വായിക്കാം ഇൻഷാ അല്ലാഹ്. വഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ, ഇനി ഒരു കാഫിറായ അടിമ ഈ ദുനിയാവ് വിട്ടു പോകുമ്പോൾ, വൈഖബാല മിനൽ ആഖിറതി, അങ്ങനെ പരലോകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമായി, അവനിലേക്ക് മലക്കുകൾ ഇറങ്ങും, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങും. സൂദുൽ വുജൂഹി, കറുത്ത മുഖം, മഅഹുമുൽ മുസൂഹു, പരുക്കൻ സഞ്ചി അവരുടെ കൈമലുണ്ട്. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസരി, കണ്ണിന് കാണത്തക്ക ദൂരത്തിൽ അവർ ഇരിക്കുന്നു. സുമ്മ യജീഉ മലക്കുൽ മൗതി ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അങ്ങനെ മലക്കുൽ മൗത്ത് വരുന്നു, അവന്റെ തലയുടെ ഭാഗത്തിരിക്കുന്നു. ഫയഖൂലു, ആ മലക്ക് പറയുന്നു, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസതു, അല്ലയോ മോശപ്പെട്ട ആത്മാവേ, ഉഖ്രിജി ഇലാ സഖതി മിനല്ലാഹി വഗദബി, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് നീ പുറപ്പെടുക. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതഗ്റുഖു ഫീ ജസദിഹി ഫയന്തസിഉഹാ കമാ യുന്തസഉ സഫൂദ് മിനസ് സൂഫിൽ മുബ്തലി, നനന്ന കമ്പിളിയിൽ നിന്ന് മുള്ളിനെ പുറത്തെടുക്കുന്നത് പോലെ ആത്മാവിനെ പുറത്തെടുക്കും. ഫയഖുദുഹാ ഫൈദാ അഹദഹാ ലം യദഉഹാ ഫീ യദിഹി തർഫത ഐനി, അങ്ങനെ അതിനെ പിടിക്കും, അതിനെടുക്കും, എന്നിട്ട് അതിനെ കണ്ണ് ചിമ്മുന്നത്ര നേരെ വെക്കുകയുള്ളൂ. ഹത്താ യജ്അലൂനഹാ ഫീ തിൽക്കൽ മുസൂഹി, അങ്ങനെ ആ പരിക്കൽ സഞ്ചിയിൽ അതിനെ വെക്കും. വയഖ്റുജു മിൻഹാ കഅന്തനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദി, ഭൂമിയിൽ ഇതുവരെ കാണാത്ത പോലത്തെ ഒരു ദുർഗന്ധമായ വാസന അതിൽ നിന്ന് പുറപ്പെടും. ഫയസ്അദൂന ബിഹ, അങ്ങനെ ഈ മലക്കുകൾ, അങ്ങനെ അവർ ആകാശത്തിലേക്ക് കയറിപ്പോകും. ഫലാ യമുറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായികതി ഇല്ലാ ഖാലു മാ ഹാദിഹി അർറൂഹുൽ ഖബീസതു, അങ്ങനെ മലക്കുകൾ പറയുകയില്ല, അതിലെ പോകുന്ന മലക്കുകൾ പറയുകയില്ല, ആരുടേതാണ് ഈ മോശപ്പെട്ട റൂഹ്. ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, റൂഹ് ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മകന്റെ റൂഹാണിത്. ബി അഖ്ബഹ അസ്ബാഹി അല്ലതി കാന യുസമ്മാ ബിഹി ഫിദ് ദുനിയ, അങ്ങനെ ഏറ്റവും മോശപ്പെട്ട നാമത്തിൽ അവനെ വിളിക്കപ്പെടും, ദുനിയാവിൽ വിളിക്കപ്പെട്ടിട്ടുള്ള. ഫയസ്തഫ്തഹു, അങ്ങനെ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കാൻ വേണ്ടി തേടപ്പെടും. ഫലാ യുഫ്തഹു ലഹു, എന്നാൽ വാതിൽ തുറക്കപ്പെടുകയില്ല. സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ലാ തുഫത്തിഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂന ജന്നത ഹത്താ യജമലു ഫീ സമ്മിൽ ഖിയാത്ത്,
ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുന്നത് വരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയുന്നു, ഉക്തുബു, എഴുതുക, നിങ്ങൾ എഴുതുക, കിതാബഹു ഫിൽ സിജ്ജീൻ ഫിൽ അർദി സുഫ്ല, സിജ്ജീന്റെ കിതാബിൽ ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള, ഫതുത്റഹു റൂഹഹു തർഹൻ, അങ്ങനെ ആ റൂഹിനെ വലിച്ചെറിയും. സുമ്മ ഖറഅ, ശേഷം പാരായണം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു തൈറു ഔ തഹ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖിൻ. ആര് അല്ലാഹുവിൽ പങ്കു ചേർത്തുവോ അവൻ ആകാശത്തിൽ നിന്ന് വീണ് പക്ഷികൾ റാഞ്ചിയവനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കാറ്റ് അവനെ വിദൂര സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി. ഫതുആദു റൂഹഹു ഫീ ജസദിഹി, അങ്ങനെ ആ റൂഹ് ആ ശരീരത്തിലേക്ക് മടങ്ങി വരുന്നു. വയഅതീഹി മലകാനി ഫയജ്ലിസാനി ഫയഖൂലാനി ലഹു, അങ്ങനെ രണ്ട് മലക്കുകൾ വന്ന് അവന്റെ അടുത്ത് ഇരുന്ന് അവനോട് പറയുന്നു, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ഹാ ഹാ ലാ അദ്രി. ഇങ്ങനെയാണ് സത്യനിഷേധികൾ മറുപടി പറയുക, ഹാ ഹാ ലാ അദ്രി, ഹാ ഹാ എനിക്കറിയില്ല. ഫയഖൂലാനി ലഹു, അങ്ങനെ അവർ രണ്ടുപേരും ചോദിക്കും, മാ ദീനുക, നിന്റെ ദീൻ എന്താണ്? ഫയഖൂലു, അപ്പോൾ അവൻ മറുപടി പറയും, ഹാ ഹാ ലാ അദ്രി, ഹാ ഹാ എനിക്കറിയില്ല. ഫയഖൂലാനി ലഹു, അപ്പോൾ അവർ രണ്ടുപേരും ചോദിക്കും, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് വന്ന് അയക്കപ്പെട്ട ഈ പുരുഷൻ ആരാണ്? ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, ഹാ ഹാ എനിക്കറിയില്ല. ഫയുനാദി മുനാദി മിനസ് സമായി, അങ്ങനെ ആകാശത്തിൽ നിന്ന് വിളിക്കുന്ന ഒരാൾ വിളിക്കുന്നു, അൻ ഹദബ അബ്ദി, എൻ്റെ അടിമ കളവ് പറഞ്ഞിരിക്കുന്നു. ഫഫ്രിശൂ ലഹു മിനൻ നാരി, നരകത്തിൽ നിന്നുള്ള അലങ്കാരം അവന് നൽകപ്പെടും. ഫഫ്തഹൂ ലഹു ബാബൻ ഇലൻ നാരി, നരകത്തിൽ നിന്നുള്ളൊരു വാതിൽ അവന് അവർ തുറക്കും. ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹ, അങ്ങനെ ആ ഖബറിൽ ചൂടുകാറ്റും ഉണ്ടാവും. വയുളയ്യിഖു അലൈഹി ഖബറഹു, അങ്ങനെ അവന്റെ ഖബറ് നിരുക്കപ്പെടും. ഹത്താ തഖ്തിലഫ ഫീഹി അദ്ലാഉഹു, അവന്റെ വാരിയലുകൾ കൂട്ടി പിരിയുന്നത് വരെ. വയഅതീഹി റജുലുൻ കബീഹുൽ വജ്ഹി, അങ്ങനെ ഒരു പുരുഷൻ വരും, മോശപ്പെട്ട ഒരു മുഖവുമായിട്ട്. കബീഹു സിയാബി, മോശപ്പെട്ട വസ്ത്രം. മുൻതിനുർ റീഹ്, ദുർഗന്ധമായ കാറ്റ്. ഫയഖൂലു, അപ്പോൾ അദ്ദേഹം പറയും, അബ്ശിർ ബില്ലദീ യസൂഉക, നിന്റെ ദുരിതത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. ഹാദാ യൗമുകല്ലദീ കുന്ത തുഅദു, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിന്ന്. ഫയഖൂലു, അപ്പോൾ അവൻ ചോദിക്കും, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഫവജ്ഹകൽ വജ്ഹല്ലദീ യജീഉ ബിശ്ശർരി, നിങ്ങളുടെ മുഖം ഷർറ് കൊണ്ടുള്ള മുഖവുമായി വന്നിരിക്കുകയാണോ? ഫയഖൂലു, അപ്പോൾ ആ പുരുഷൻ പറയും, അന അമലുകൽ ഖബീസു, ഞാൻ നിന്റെ ദുഷ്കർമ്മമാണ്. ഫയഖൂലു, അപ്പോൾ അവൻ പറയുന്നു, റബ്ബി ലാ തുഖിമിസ്സാഅ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ, അന്ത്യനാൾ സ്ഥാപിക്കരുത്. വഫീ ലഫ്ദിൻ ലിഅഹ്മദ ഐദൻ സുമ്മ യുഖയ്യിദു ലഹു അഅമാ അസമ്മു അബ്കം, അപ്പോൾ അഹമ്മദിൽ തന്നെ ഒരു വാചകത്തിൽ വന്നിട്ടുണ്ട്, മുസ്നദ് അഹമ്മദിൽ തന്നെ, അന്ധനും ബധിരനുമായ ഒരാൾ നിയോഗിക്കപ്പെടും. ഫി യദിഹി മിർസബത്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട്. ലൗ ദറബ ബിഹാ ജബലൻ കാന തുറാബൻ, അതൊരു മലയുടെ മുകളിൽ അടിച്ചാൽ ആ മല മണ്ണായി പോകും. സുമ്മ യുഈദുഹുല്ലാഹു അസ്സ വജല്ല കമാ കാന, അങ്ങനെ അള്ളാഹു അവന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ മാറ്റും. ഫയദ്രിബു ലഹു ദർബതൻ ഉഖ്റ, അങ്ങനെ അവനെ ആ പുരുഷൻ അടിക്കും. ഫയസീഹു സൈഹതൻ യസ്മഉഹാ കുല്ല ഷൈഇൻ ഇല്ല സകലൈനി, അങ്ങനെ ആ മയ്യത്ത് ഒരട്ടഹാസം അട്ടഹസിക്കും.
അത് ജിന്നും മനുഷ്യരുമല്ലാത്ത എല്ലാവരും ആ അട്ടഹാസം കേൾക്കും. ഖാലൽ ബറാഉ, എന്നിട്ട് ബറാവ് പറഞ്ഞു, സുമ്മ യുഫ്തഹു ലഹു ബാബുൻ ഇലന്നാരി, അങ്ങനെ അവന് ശേഷം അവന് തുറക്കപ്പെടും നരകത്തിൽ നിന്നുള്ളൊരു വാതിൽ. വയുമദ്ദു ലഹു മിൻ ഫിറാഷിൻ നാരി, നരകത്തിൽ നിന്നൊരു വിരിപ്പ് അവന് വിരിക്കപ്പെടും.